നമസ്കാരം. ഗസ വെടിനിർത്തൽ കരാർ പ്രകാരം ജനുവരി 19 നടന്ന ആദ്യഘട്ട ബന്ദിമോചനത്തിൽ 3 ഇസ്രായേലി വനിതകൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരുടെയും കണ്ണിടുക്കിയത് അവരുടെ കൈകളിലേക്കുണ്ടായിരുന്ന ബാഗുകളിലായിരുന്നു എന്ന് പറയാം. എല്ലാവരും അതിലേക്ക് തന്നെയാണ് നോക്കിയത്. ആ ബാഗുകളിൽ എന്തായിരുന്നു എന്നതാണ് ലോകം തിരഞ്ഞ ഒരു കാര്യം. ബന്ദിക്കാലത്ത് എടുത്ത ഫോട്ടോകൾ ചേർത്തുള്ള സോവനീറും ഗസയുടെ ഭൂപടവും മോചന സർട്ടിഫിക്കറ്റുമായിരുന്നു അതിലുണ്ടായിരുന്നത്. ഫലസ്തീൻ പതാക ആലേഖനം ചെയ്ത ടാഗുകൾ അടങ്ങിയാണ് ഇവരെ റെഡ് ക്രോസ് പ്രതിനിധികൾക്ക് കൈമാറിയിരുന്നത്. ശനിയാഴ്ച നടന്ന ബന്ദിമോചനവും അത്തരം പ്രതീകാത്മക നടപടികളുടെ വാർത്തകളിൽ നിറയുകയാണ്. തെക്കൻ ഗസ ഖാൻ യൂനീസിലായിരുന്നു 6ാം ഘട്ട ബന്ദി കൈമാറ്റം നടന്നത്. US ഇസ്രായേൽ പൗരൻ സായുഗി ദെഗേൽചെൻ, റഷ്യൻ ഇസ്രായേൽ പൗരൻ സാഷ ട്രൂഫനോവ്, അർജന്റീന ഇസ്രായേൽ പൗരൻ യായർ ഹോൺ എന്നിവരായിരുന്നു കഴിഞ്ഞ ദിവസം നാട്ടിൽ തിരിച്ചെത്തിയത്. ഇക്കൂട്ടത്തിൽ ദെഗൽചെനിന് സ്വർണ്ണ നാണയമാണ് ഹമാസ് സമ്മാനിച്ചത്. കഴിഞ്ഞ ദിവസം ജനിച്ച മകൾ സാച്ച മസാലിനുള്ള ജന്മദിന സമ്മാനമായിരുന്നു അത്. 2024 ഡിസംബറിലായിരുന്നു സാച്ചറിന്റെ 1ാം ജന്മദിനം. 2023 ഒക്ടോബർ 7 നിന്ന് ഒനീസിൽ ഡെൽകെയിൽ ഹമാസിൽ പിടിയിലാവുകയും ഭാര്യ അവീറ്റാൽ 7 മാസം ഗർഭിണിയായിരുന്നപ്പോഴായിരുന്നു. അവീറ്റാലും ഇവരുടെ 2 പെൺമക്കളും വീട്ടിൽ സുരക്ഷിതമായി ഒരിടത്ത് ഒളിച്ചിരുന്നതാണ് രക്ഷപ്പെട്ടത്. ദെഗൽ ഗ്രാമത്തിലുള്ള സ്വന്തം വർക്ക്ഷോപ്പിൽ നിന്നും പിടിയിലായി. 2023 ഡിസംബറിൽ അവിറ്റാൽ 3ാമതൊരു പെൺകുഞ്ഞു കൂടി ജന്മം നൽകി. ഈ വിവരം ഹമാസ് ദെഗലിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും കണ്ടിട്ടില്ലാത്ത മകൾക്കുള്ള സമ്മാനമായാണ് മടങ്ങും വഴി സ്വർണ്ണ നാണയം കൊടുത്തുവിട്ടത്. ഭാര്യയ്ക്കുള്ള കമ്മലാണ് നൽകിയതെന്ന് ഇസ്രായേൽ മാധ്യമമായ യെദീതോത്ത് അഫ്നാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ യായർ ഹോണിന് ഹമാസ് നൽകിയ സമ്മാനം അല്പം വ്യത്യസ്തമായിരുന്നു. ഇസ്രായേലിലുള്ള മുന്നറിയിപ്പും ബന്ദികളുടെ കുടുംബങ്ങൾക്കുള്ള അപായ സൂചനയുമായിരുന്നു അത്. ഗസയിൽ ബന്ദിയായി കഴിയുന്ന മാതാവ് സാംഗോക്കറിന്റെയും അമ്മ ഐനാവിന്റെയും ചിത്രങ്ങൾ അടങ്ങിയ ഒരു അവർ ഗ്ലാസ് ആണ് 46-കാരനായ ഹോണിന് ലഭിച്ചത്. ഇതിനു മുകളിൽ ബന്ദിമോചനത്തിനുള്ള സമയം അതിക്രമിക്കുകയാണെന്ന അർത്ഥത്തിൽ ടൈം ഈസ് റണ്ണിംഗ് ഔട്ട് എന്നും എഴുതിയിരുന്നു. ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളി കൂടിയാണ് ഐനാവ്. ഒക്ടോബർ 7 നിർ ഓസിൽ വെച്ചാണ് മാതാവ് സാംഗോക്കർ പങ്കാളി ഇലാന ഗിറ്റ്സെവിക്കൊപ്പം തന്നെ പിടിയിലാകുന്നത്. 30-കാരിയായ ഇലാന കഴിഞ്ഞ നവംബറിൽ മോചിതയായിരുന്നു. 2ാം ഘട്ട വെടിനിർത്തൽ കരാർ ഇസ്രായേൽ വൈകിപ്പിക്കുന്നതിനിടയിലാണ് ബന്ദികളുടെ കുടുംബത്തിനും ഭരണകൂടത്തിനും ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യായർ ഹോണിന്റെ സഹോദരൻ എയ്താനും ബന്ദിയായി ഗസയിൽ കഴിയുന്നുണ്ട്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇരുവരും ഒരു തുരങ്കത്തിൽ ഒപ്പമുണ്ടായിരുന്നതായാണ് വിവരത്തിൽ പറയുന്നത്. അതിനുശേഷം ഗസയിൽ വെച്ച് ഇരുവരും കണ്ടതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെഗലിൽ ചെന്നും യായർ ഹോണും സാഷ ട്രൂഫനോവും യുദ്ധകാലത്തുടനീളം തന്നെ ഖാൻ യൂനീസിലായിരുന്നു കഴിഞ്ഞത്. ദെഗലും ഹോണും ഹമാസ് നിയന്ത്രണത്തിൽ ഒരിടത്ത് ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നതെന്നും സൂചനയുണ്ട്. ട്രൂഫനോവ് മറ്റൊരിടത്ത് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ പിടിയിലുമായിരുന്നു. ഗസ കടൽത്തീരത്തിലൂടെ ട്രൂഫനോവ് കറങ്ങി നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ മോചനത്തിന് തൊട്ടു മുൻപ് വെള്ളിയാഴ്ച ഇസ്ലാമിക് ജിഹാദ് പുറത്തുവിട്ടിരുന്നു.